യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലം തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അട്ടപ്പാടി വസിക്കുന്നു, അല്ലെങ്കിൽ കുറവലങ്ങാട് വസിക്കുന്നു, മണ്ണൂത്തി, ഇതെല്ലാം ഏത് സ്ഥലങ്ങളും, അതുപോലെ ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഭവനം ഇരിക്കുന്ന സ്ഥലം, എൻ്റെ സഹോദരന്മാർ വസിക്കുന്ന സ്ഥലം, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വീട്, ഇതെല്ലാം കർത്താവ് നിങ്ങൾക്ക് ദാനമായി നൽകിയതാണ്. ആ സ്ഥലത്ത് നല്ല വിശുദ്ധിയിലും കൃപയോടും നാം ജീവിക്കണം. ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമുക്ക് ധാരാളം ലഭിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ തിരുലിഖിതം, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കണ്ടോ, ആ സ്ഥലത്ത് നമ്മൾ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നമ്മുടെ പിതാവിനെ, നമ്മുടെ മാതാവിനെ ബഹുമാനിക്കുക, സ്നേഹിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ ജീവിതകാലത്തിൽ, അവരുടെ വാർദ്ധക്യത്തിൽ മക്കളെന്ന നിലയിൽ മാതാപിതാക്കൾക്ക് നാം ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴിക്കാതെയും അതുപോലെ അവരുടെ വേദനകൾ നമ്മുടെ മേൽ പതിക്കാതിരിക്കാൻ സ്നേഹത്തിലായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോ കുടുംബങ്ങളിൽ വസിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.